മഹത്വപ്പെടുമാറായിട്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കുറച്ചധികം ഭാരത്താലാണ് വീട്ടിൽ കടന്നു പോയിരുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അമ്മയ്ക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. പക്ഷേ അത് സാധാരണ അമ്മയ്ക്ക് ഇടയ്ക്ക് വരുന്ന പോലെ ചെറിയൊരു നെഞ്ചുവേദനയാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ പോയി അതേപോലെ തന്നെ ഒരു ഇഞ്ചക്ഷനും ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. എന്നിട്ട് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം സാറ്റർഡേ അതേപോലെ തന്നെ ഒരു 8 മണിക്കായപ്പോൾ ആ സമയത്തും നെഞ്ചുവേദനയും കാര്യങ്ങളും വീണ്ടും വന്നു. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഒന്നും സഹിക്കാൻ പറ്റാത്ത പോലെ വേദനയായിരുന്നു. ആ സമയത്ത് ഒരുപാട് വിഷമിച്ചു. അമ്മയുടെ ആ അസ്വസ്ഥത കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. പക്ഷേ അപ്പോൾ തന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിലെത്തി വീണ്ടും അവർ ചെക്ക് ചെയ്തു കാര്യങ്ങൾ. അപ്പോൾ സെയിം ഇന്നലെ വന്ന പോലെ തന്നെ വേദന ആയതുകൊണ്ട് അവരൊന്നും കൂടി ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ചെറുതായിട്ടൊരു അറ്റാക്കിൻ്റെ ചെറിയൊരു സാധ്യത കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വേഗം അവർ CCUവിൽ കയറ്റി കാര്യങ്ങൾ ചെയ്തു. പിന്നെന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചത്തോളം അവിടെ കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജ് ആയത്. അവർ ആൻജിയോഗ്രാം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം പറഞ്ഞ എല്ലാവരും അമ്മേരൊപ്പം പേഷ്യൻസും എല്ലാവരും ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ വേദനയും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ എനിക്കും നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അമ്മേരുടെ അടുത്ത് കാണിച്ചിരുന്നില്ല. അമ്മേനെ ഞാനാണ് വീട്ടിൽ എന്ത് വിഷമം വരുമ്പോഴും ബലപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഞാൻ ആദ്യത്തെ ദിവസം തളർന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ടായിരുന്നു, നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്യണതിൻ്റെ ഒരു തലേ ദിവസം അങ്ങോട്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ അമ്മ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ അതിന് ചുറ്റും ദൂതന്മാരിറങ്ങി നിൽക്കണ പോലെ ഞാൻ കണ്ടു. അതായത് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, ഞാൻ സ്വപ്നം കണ്ടതൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആൻജിയോഗ്രാം ചെയ്യാനുള്ള. ഇനി ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയെന്ന് എനിക്ക് പേടി ഉണ്ടാവാറില്ല. കാരണം ഞാൻ അമ്മേനെ എപ്പോഴും ബലപ്പെടുത്തിയിരുന്നതാണ്, ഒരു കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു. പക്ഷേ അത് എനിക്ക് കണ്ടോടുകൂടി എനിക്ക് ഭയങ്കര എന്താന്ന് പറയുക, ഞാനിവിടെ ചർച്ചിൽ കുറേ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, ദൂതന്മാരിറങ്ങലും കാര്യങ്ങളും. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും എനിക്ക് ഉണ്ടാവില്ല അങ്ങനെ സംഭവം, കാരണം ഞാൻ അത്രയ്ക്ക് പ്രാർത്ഥിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ഞാനത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഇത് വന്ന പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം ഉള്ളിൽ. അതായത് ഇതുവരെ ഇല്ലാത്തൊരു അമ്മയ്ക്കൊന്നും കുഴപ്പമില്ല. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല. അപ്പോൾ കയറാനും പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ CCU ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും കയറാനൊന്നും പറ്റില്ല. പിന്നെ ആ സമയത്ത് എനിക്ക് മാത്രം ഒരാൾക്ക് കയറാൻ പറ്റും, പക്ഷേ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഞാൻ അമ്മ കയറാൻ ചെന്നപ്പോഴും അമ്മ ഞാൻ ടെൻഷനായിരുന്നു. കാരണം അമ്മയ്ക്ക് ഇത്തിരി പേടി കൂടുതലാണ്, എല്ലാ കാര്യത്തിനും പേടിയും കാര്യങ്ങളും കൂടുതലാണ്. അപ്പോൾ അമ്മേനെ നോക്കിയപ്പോൾ അമ്മയ്ക്കും കുഴപ്പമില്ല, അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ട് പോലെ. അതായത് തൊട്ടപ്പുറത്തുള്ള ബെഡിലുള്ളവർ പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ അതിൻ്റെ ഇഞ്ചക്ഷൻ കയറുമ്പോഴും ഭയങ്കര പെയിനായിരിക്കും, അത് അപ്പുറത്ത് ചെയ്തവർ വന്ന് പറയണുണ്ട്. അപ്പോൾ അമ്മ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ എന്നിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാനിങ്ങനൊരു കാര്യം കണ്ടു, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് പേടിയില്ല ആ സമയത്ത്. എന്താണ് അമ്മ പ്രാർത്ഥിച്ചപ്പോഴും അമ്മയ്ക്ക് പറഞ്ഞു ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ ആൻജിയോഗ്രാം കഴിഞ്ഞ ഒരു 10-15 മിനിറ്റിനുള്ളിൽ കഴിഞ്ഞ വശം തന്നെ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. അത് കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കണം. അപ്പോൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു എനിക്കൊരു വേദനയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്കൊരു കുഴപ്പമില്ല, ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഭയങ്കര വലിയൊരു അത്ഭുതം ജീവിതത്തിലുണ്ടായി. അമ്മേ.